السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله، والصلاة والسلام على سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه الفائزين برضا الله. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاسألوا أهل الذكر إن كنتم لا تعلمون. وخير علوم علم فقه لأنه يكون إلى كل العلوم توسلا، فإن فقيها واحدا متورعا على ألف ذي زهد تفضل واعتلا. وما توفيقي إلا بالله، عليه توكلت وإليه أنيب. إن أريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. സ്നേഹാദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാരെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, മഞ്ചേരി ദാറുസുന്ന ഇസ്ലാമിക കേന്ദ്രത്തിൻ്റെ രജത ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ട ഫിഖ്ഹ് സെമിനാറിൽ ഫിഖ്ഹിനൊരാമുഖം എന്ന വിഷയമാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത്. ഫിഖ്ഹ് എന്ന വാക്കിൻ്റെ ഭാഷാർത്ഥം അൽ ഫിഖ്ഹു ബിൽ കസ്രി അൽ ഇൽമു ബിശ്ശൈഇ വൽ ഫഹ്മു ലഹു. ബുദ്ധിയും ചിന്തയും ഉപയോഗിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക, അറിയുക എന്നാണ്. വൽ ഫിത്നതു, കൂർമ്മ ബുദ്ധി എന്ന അർത്ഥത്തിലും ഫിഖ്ഹ് എന്ന പദം ഉപയോഗിക്കാറുണ്ട്. എന്നാൽ വഗലബ അലാ ഇൽമി ദീനി ലിശറഫിഹി, കേട്ടു പഠിക്കുന്ന അറിവുകൾക്കല്ല, ചിന്തിച്ചു ഗ്രഹിക്കുന്ന ഗഹനവും മഹത്തരവുമായ ദീനി അറിവുകൾക്കാണ് ഈ ശബ്ദത്തിൻ്റെ ഉപയോഗം ഗാലിബായിരിക്കുന്നത്, മികച്ചിരിക്കുന്നത്. ഫൈറൂസാബാദിയുടെ അൽ ഖാമുസുൽ മുഹീത്ത് നോക്കിയാൽ കാണാവുന്നതാണ്. ഇതാണ് ഫിഖ്ഹ് എന്ന പദത്തിൻ്റെ ഭാഷാർത്ഥം. സാങ്കേതികമായി ഫിഖ്ഹ് എന്ന് വെച്ചാൽ ഫതുഹുൽ മുഈൻ ഓതുന്ന ഏതൊരു മുതഅല്ലിമിനും അറിയുന്ന നിർവചനമാണ്. വൽ ഫിഖ്ഹു അൽ ഇൽമു ബിൽ അഹ്കാമി ശർഇയ്യത്തിൽ അമലിയ്യത്തിൽ മുക്തസബു മിൻ അദില്ലതിഹ തഫ്സീലിയ. വൽ ഫിഖ്ഹു അൽ ഇൽമു ബിൽ അഹ്കാമി ശർഇയ്യ, ഫിഖ്ഹ് എന്ന് വെച്ചാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏതൊരു ദീനുമായി നിയോഗിച്ചയക്കപ്പെട്ടുവോ ആ ശറഇൽ നിന്നും മഅഖൂദത്തായ, പിടിച്ചെടുക്കപ്പെട്ടതായ അഹ്കാമുകളെ കുറിച്ചുള്ള അറിവാണ്. അൽ അമലിയ, ഹൃദയപരമായ അമലുകളുമായി ബന്ധിച്ച അഹ്കാമുകളെ കുറിച്ചുള്ള അറിവ്. ഹൃദയ സംബന്ധമായ അമലി എന്ന് വെച്ചാൽ കൽ ഇൽമി ബി അന്ന നിയ്യത ഫിൽ വുദൂഇ വാജിബത്തുൻ, വുദൂ ചെയ്യുമ്പോൾ നിയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ് എന്ന അറിവ് പോലെ. നിയ്യത്ത് ഖൽബ് കൊണ്ട് കരുതുന്നതിനാണ് പറയപ്പെടുക. അപ്പോൾ ഖൽബ് കൊണ്ടുള്ള പ്രവർത്തനമാകുന്ന നിയ്യത്ത് വുദൂഇൽ നിർബന്ധമാണ് എന്ന അറിവ്, അത് ഫിഖ്ഹാണ്. അപ്പോൾ ഖൽബിയായ ഹൃദയ സംബന്ധമായ പ്രവർത്തനത്തിൻ്റെ ഹുക്മുകളെ കുറിച്ചുള്ള അറിവ്. ഔവൈനിഹി, അല്ലെങ്കിൽ ഹൃദയ സംബന്ധമല്ലാത്ത അവയവങ്ങൾ കൊണ്ടുള്ള
പ്രവർത്തനത്തിൻ്റെ അഹ്കാമുകളെ കുറിച്ചുള്ള ഇൽമും ഫിഖ്ഹ് തന്നെയാണ്. അതേപോലെ വിത്ർ എന്ന നമസ്കാരം സുന്നത്താണ് എന്നറിയതുപോലെ വിത്ർ നമസ്കാരം നാം ശരീരം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു നമസ്കാരമാണല്ലോ. ആ നമസ്കാരം സുന്നത്താണ് എന്ന അറിവ് അതും ഫിഖ്ഹ് ആകുന്നു. ഇങ്ങനെ ഹൃദയ സംബന്ധമായ പ്രവർത്തനങ്ങളുടെ അഹ്കാമുകളെ കുറിച്ചുള്ള അറിവ് അല്ലെങ്കിൽ ഹൃദയ സംബന്ധമല്ലാത്ത അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ സംബന്ധിച്ച അറിവ്, ഇതാണ് ഫിഖ്ഹ്. അൽ മുക്തസബു, ആ ഇൽമ് നേടിയെടുക്കപ്പെട്ടിരിക്കുന്നത്, സമ്പാദിക്കപ്പെട്ടിരിക്കുന്നത് മിൻ അദില്ലത്തിഹ തഫ്സീലിയ, ആ അഹ്കാമുകൾക്കുള്ള വിശദമായ തെളിവുകളിൽ നിന്നാണ്. അഹ്കാമുകൾക്കുള്ള വിശദമായ തെളിവുകളിൽ നിന്നും നേടിയെടുക്കപ്പെട്ടതാണ് ഹൃദയ സംബന്ധമായതും അല്ലാത്തതുമായ പ്രവർത്തനങ്ങളുടെ ഹുക്കുമുകളെ സംബന്ധിച്ച ഇൽമ്. ഈ ഇൽമിനാണ് ഇസ്തിലാഹിൽ സാങ്കേതികമായി ഫിഖ്ഹ് എന്ന് പറയപ്പെടുന്നത്. അഥവാ സാങ്കേതികമായി ഫിഖ്ഹ് എന്ന് വെച്ചാൽ വിശദമായ തെളിവുകളിൽ നിന്നും ഇജ്തിഹാദ് അഥവാ ഗവേഷണം മുഖേന സമ്പാദിക്കുന്നതും കണ്ടെത്തുന്നതും കർമ്മപരമായ കാര്യങ്ങളുടെ മതവിധികൾ വ്യക്തമാക്കുന്നതുമായ വിജ്ഞാന ശാഖയ്ക്കാണ് സാങ്കേതികമായി ഫിഖ്ഹ് എന്ന് പറയപ്പെടുന്നത്. ജമുൽ ജവാമിഅ് 1-ാം ഭാഗം 42-43 പേജുകൾ നോക്കിയാൽ കാണാവുന്നതാണ്. എന്നാൽ ഫിഖ്ഹ് എന്ന പദം ഒരു ശാസ്ത്രനാമമായി പിന്നീട് പരിമിതപ്പെട്ടതാണെങ്കിലും ഫിഖ്ഹ് എന്ന ഈ പദം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന സാങ്കേതികാർത്ഥത്തിന് ശരിക്കും യോജിക്കുന്ന അർത്ഥത്തിൽ തന്നെയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനങ്ങളിലും ഈ ശബ്ദം ഉപയോഗിച്ചിട്ടുള്ളതെന്ന് സൂക്ഷ്മ നിരീക്ഷണത്തിൽ മനസ്സിലാകുന്നതാണ്. കേവലം അറിവല്ല ഫിഖ്ഹ്, ഒരു സവിശേഷ അറിവാണ് ഫിഖ്ഹ് കൊണ്ട് ഉദ്ദേശമെന്ന് ഹദീസുകളിൽ തന്നെ സൂചനയുണ്ട്. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന സുപ്രസിദ്ധമായ ഒരു ഹദീസ് നമുക്കെല്ലാം അറിയാവുന്നതാണ്. അല്ലാഹു തന്റെ അടിയാറുകളിൽ വല്ലവരെ കൊണ്ടും അതിമഹത്തായ നന്മ ഉദ്ദേശിച്ചാൽ അല്ലാഹു അദ്ദേഹത്തെ ദീനിൽ ഫഖീഹാക്കും. എന്നാൽ വഫീ റിവായത്തി ത്വബറാനി, ഇമാം ത്വബറാനി റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ടിലുള്ളത് യാ അയ്യുഹന്നാസ് ഇന്നമൽ ഇൽമു ബിത്തഅല്ലും വൽ ഫിഖ്ഹു ബിത്തഫഖുഹ് വമൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ വഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നമൽ ഇൽമു ബിത്തഅല്ലും, തീർച്ചയായും അറിവ് ലഭ്യമാവുക അല്പാൽപമായി പഠിച്ചുകൊണ്ട് മാത്രമാണ്. വൽ ഫിഖ്ഹു ബിത്തഫഖുഹ്, ഫിഖ്ഹ് ലഭിക്കുക സൂക്ഷ്മമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കൽ വഴിയാണ്. വമൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ, അല്ലാഹു തന്റെ അടിയാറുകളിൽ വല്ലവരെ കൊണ്ടും അതിമഹത്തായ നന്മ ഉദ്ദേശിച്ചാൽ അല്ലാഹു അവരെ ദീനിൽ ഫഖീഹാക്കും. വഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, തീർച്ചയായും അല്ലാഹുവിനെ തന്റെ അടിയാറുകളിൽ ഭയപ്പെടുന്നത് അറിവുള്ളവർ, ഇൽമുള്ളവർ മാത്രമാകുന്നു എന്ന് ത്വബറാനി റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ടിലുണ്ട്. ഇതുപോലുള്ള ഹദീസുകളുടെ റിപ്പോർട്ടുകൾ പഠിപ്പിക്കുന്നത് ഫിഖ്ഹ് കേവലം ഒരു ഇൽമല്ലെന്നും മറിച്ച് സവിശേഷപ്പെട്ട ഒരു മഹത്തായ വിജ്ഞാനമാണ് ഫിഖ്ഹ് എന്നുമാണ്. ഈ അറിവുള്ള, ഈ ഫിഖ്ഹുള്ള ആളാക്കി അല്ലാഹു ആദരിക്കുന്നത് വലിയ അളവിൽ അല്ലാഹു നന്മ ഉദ്ദേശിച്ചതിൻ്റെ അടിയാറുകളെയാണെന്ന് അഷ്റഫുൽ വറ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ കേട്ടു പഠിക്കുന്ന അറിവുകൾക്കല്ല, ചിന്തിച്ചു ഗ്രഹിക്കുന്ന ഗഹനമായ അറിവുകൾക്കാണ് ഫിഖ്ഹ് എന്ന ഈ ശബ്ദം എവിടെയും ഉപയോഗിച്ചിട്ടുള്ളതെന്ന് നമുക്ക് കാണാവുന്നതാണ്.
നോക്കൂ നിങ്ങൾ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയായിരിക്കെ തൻ്റെ മാതൃ സഹോദരി മൈമൂന ബീവി റളിയല്ലാഹു അൻഹയും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഒരുമിച്ച് ശയിക്കുന്ന റൂമിൽ അന്തിയുറങ്ങുകയും രാത്രിയിൽ എഴുന്നേറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വയസ്സിൽ കവിഞ്ഞ വിവേകത്തോടെ ബുദ്ധിപൂർവ്വം പരിചരിക്കുകയും ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൻ്റെ മാറിലേക്ക് അണച്ചുകൊണ്ട് ഇങ്ങനെ ദുആ ചെയ്തത് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മാറിലേക്ക് അണച്ചു പിടിച്ചുകൊണ്ട് ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഫഖിഹുഹു ഫിദ്ദീൻ, അല്ലാഹുവേ ഈ ബാലനെ നീ ഫഖീഹാക്കണമേ, അല്ലാഹുവേ ഈ ബാലനെ നീ ഫഖീഹാക്കണമേ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു. പ്രസവിക്കപ്പെട്ട വേളയിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഉമിനീരുകൊണ്ട് ഇബ്നു അബ്ബാസിനെ തഹ്രീക്ക് അഥവാ അണ്ണാക്കിൽ ഉലതിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചതായും ഹദീസിന്റെ റിപ്പോർട്ടുകളിലുണ്ട്. ബുദ്ധിയും ചിന്തയും ഉപയോഗിച്ചുള്ള സവിശേഷ അറിവ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് നൽകി അനുഗ്രഹിക്കാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം ദുആ ചെയ്തതിന്റെ ഫലമായിട്ടാണ് സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസിദ്ധരായതും പ്രത്യേകം അറിയപ്പെട്ടതും ഫിഖ്ഹ് എന്ന വിജ്ഞാനം കൊണ്ടാണ്. നോക്കൂ നിങ്ങൾ, താബിഈകളിൽ അറിയപ്പെട്ട ഫുഖഹായിൽ പ്രഥമസ്ഥാനിയായ ഉബൈദുല്ലാഹ് ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, മാ റഅയ്തു അഹദൻ അഅലമ മിൻ ഇബ്നു അബ്ബാസ് ബിമാ സബഖഹു മിൻ ഹദീസ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം وبقضاء أبي بكر رضي الله عنه وعمر رضي الله عنه وعثمان رضي الله عنه. عبيد الله بن عبد الله رضي الله عنه പറയുന്നു, നബിയുടെ ഹദീസും സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെയും ഉമറുൽ ഫാറൂഖ് തങ്ങളുടെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്നീ ഖലീഫമാരുടെയും വിധി പ്രഖ്യാപനങ്ങളും ഇബ്നു അബ്ബാസിനേക്കാൾ അറിയുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. വലാ അഫ്ഖഹ മിൻഹു, ഇബ്നു അബ്ബാസിനേക്കാൾ ഫിഖ്ഹ് അറിയുന്ന ഒരാളെയും ഞാൻ ദർശിച്ചിട്ടില്ല. ولا أعلم بتفسير القرآن وبالعربية والشعر والحساب والفرائض. ഖുർആനിന്റെ തഫ്സീറും അറബ് ഭാഷാ ജ്ഞാനങ്ങളും കവിതാ ജ്ഞാനങ്ങളും ഗണിതശാസ്ത്രവും അനന്തരാവകാശ നിയമങ്ങളും ഇബ്നു അബ്ബാസിനോളം അറിവുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. وكان يجلس يوما للفقه. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഫിഖ്ഹിന് വേണ്ടി ഇരിക്കും. വയൗമൽ ലിതഅ്വീൽ, ഒരു നാൾ ഖുർആൻ വ്യാഖ്യാനത്തിന് വേണ്ടി ഇബ്നു അബ്ബാസ് തങ്ങൾ ഇരിക്കും. വയൗമൽ ലിൽ മഗാസി, ഒരു ദിവസം യുദ്ധചരിത്രം വിവരിക്കുവാൻ വേണ്ടി ഇബ്നു അബ്ബാസ് പ്രത്യേകം ഇരിക്കും. വയൗമൽ ലിശ്ശഅർ, ഒരു ദിവസം കവിത വിവരിക്കുവാൻ വേണ്ടി മഹാനവറുകൾ ഇരിക്കും. വയോമല്ലി അയ്യാമുൽ അറബ്, ഒരു നാൾ അറബികളുടെ സാമൂഹിക ചരിത്രം പഠിപ്പിക്കുവാനും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രത്യേകം ഇരിക്കാറുണ്ട്. വമാ റഅയ്തു ആലിമൻ ഖത്തു ജലസ ഇലൈഹി ഇല്ലാ ഖദഅ ലഹു. ഏതൊരു വിജ്ഞനും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വന്നിരുന്നാൽ വിനയാന്വിതനായിട്ടല്ലാതെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. വലാ സായിലൻ സഅലഹു ഇല്ലാ വജദ ഇൻദഹു ഇൽമാ. ഏതൊരു ചോദ്യകാരൻ എന്തു വിധത്തിലുള്ള ചോദ്യം ചോദിച്ചാലും അദ്ദേഹത്തിന്റെ അടുക്കൽ അതിനൊരു അറിവ് പകരാൻ ഉണ്ടാവുക തന്നെ ചെയ്യും. തഹ്രീമുൽ അസ്മാഇ വൽ ലുഗാത്ത് 1-ാം ഭാഗം 302-ാം പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മികവാണ് ഈ രേഖപ്പെടുത്തുന്നത്. قال أحمد بن حنبل رضي الله عنه പറയുന്നു, وابن عباس أكثر الصحابة فتوى يروى. ഇബ്നു അബ്ബാസ് ആണ് സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഫത്വകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള വ്യക്തി. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഫത്വ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള വ്യക്തി അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണെന്ന്
അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നു. وقال علي بن المديني رضي الله عنه علي بن المديني رضي الله عنه പറയുന്നു لم يكن في أصحاب رسول الله صلى الله عليه وسلم أحد له أصحاب يقومون بقوله في الفقه إلا ثلاثة. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിമാരുടെ കൂട്ടത്തിൽ അനുയായികൾ ഫിഖ്ഹിൽ അവലംബമായി ഗണിച്ചിരുന്നത് 3 പേർ മാത്രമാകുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദ് തങ്ങളാണ്. വസൈദ് ബിൻ സാബിത്ത് സൈദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു വഇബ്നു അബ്ബാസ് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു അലി ബിൻ മദീനി റളിയല്ലാഹു അൻഹു പറയുന്നു. തഹ്രീമുൽ അസ്മാഇ വൽ ലുഗാത്ത് 1-ാം ഭാഗം 300-ാം പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ മൊഴികളിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമാകുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മികച്ചു നിന്നിരുന്ന അറിവ് ഫിഖ്ഹിന്റെ ഇൽമായിരുന്നുവെന്നും സ്വഹാബത്തിന്റെയും താബിഈകളുടെയും കാലത്തു തന്നെ ദീനി വിജ്ഞാന ശാഖകളിൽ ഒന്ന് ഫിഖ്ഹ് എന്ന സവിശേഷ നാമത്തിൽ അറിയപ്പെട്ടിരുന്നുവെന്നും സ്വഹാബത്തിലും താബിഈകളിലും വിരലിലെണ്ണാവുന്നവർ മാത്രമേ ഈ ഇൽമിൽ, ഈ ഫിഖ്ഹിന്റെ ഇൽമിൽ അവഗാഹമുള്ളവരെന്ന അർത്ഥത്തിൽ ഫുഖഹ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നുള്ളൂവെന്നുമാണ് ഈ മൊഴികളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. ഈ മൊഴികളിൽ നിന്നെല്ലാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മികച്ചു നിന്നിരുന്ന അറിവ് ഫിഖ്ഹിന്റെ ഇൽമായിരുന്നുവെന്നും സ്വഹാബത്തിന്റെയും താബിഈകളുടെയും കാലത്തു തന്നെ ദീനി വിജ്ഞാന ശാഖകളിൽ ഒന്ന് ഫിഖ്ഹ് എന്ന സവിശേഷ നാമത്തിൽ അറിയപ്പെട്ടിരുന്നുവെന്നും സ്വഹാബത്തിലും താബിഈകളിലും വിരലിലെണ്ണാവുന്നവർ മാത്രമേ ഈ ഇൽമിൽ അവഗാഹമുള്ളവരെന്ന അർത്ഥത്തിൽ ഫുഖഹ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നുള്ളൂവെന്നും നമുക്ക് വ്യക്തമാകുന്നതാണ്. എന്നാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലശേഷമാണ് ഫിഖ്ഹ് ഒരു ശാസ്ത്രമായി ഉത്ഭവിക്കുന്നതും ഉരുവപ്പെടുന്നതും. ഒരു ശാസ്ത്രത്തിന്റെ എല്ലാ അർത്ഥത്തിലും സ്വഭാവത്തിലും ഇങ്ങനെ ഒരു വിജ്ഞാന ശാഖ ക്രമീകരിക്കപ്പെടുന്നതും ക്രോഡീകരിക്കപ്പെടുന്നതും ഹിജറ 2-ാം നൂറ്റാണ്ടിൽ താബിഈ ശിഷ്യന്മാരുടെ കാലത്താണ്. ഹിജറ 2-ാം നൂറ്റാണ്ടിൽ താബിഈ ശിഷ്യന്മാരുടെ കാലത്താണ് ഒരു ശാസ്ത്രം എന്ന നിലയിൽ ഫിഖ്ഹ് ഉരുവപ്പെടുന്നത്. അഥവാ ഹിജറ 2-ാം നൂറ്റാണ്ടിൽ കൂഫയിലാണ് ഒരു ശാസ്ത്രശാഖ എന്ന രീതിയിൽ ഫിഖ്ഹ് ഉത്ഭവിക്കുന്നത്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇതിനെ ചിന്താപരമായി നേതൃത്വം നൽകിയത്. ഹിജറ 80-ൽ ജനിച്ച മഹാനരുടെ കാലത്ത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ അബീ ഔഫ റളിയല്ലാഹു അൻഹു, സഹൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു, അബൂ തുഫൈൽ റളിയല്ലാഹു അൻഹു എന്നീ 4 സ്വഹാബിമാർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഹിജറ 80-ൽ ജനിച്ച് ഹിജറ 150-ൽ വഫാത്താകുന്നതിനിടയ്ക്ക് മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു സ്വഹാബത്തിന്റെയും താബിഈകളുടെയും കാലത്ത് ഫിഖ്ഹ് എന്ന പേരിൽ നിലവിലുണ്ടായിരുന്ന വൈജ്ഞാനിക വിഷയത്തിൽ ചിന്താപരമായ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചു. ശേഷം ഹിജറ 93-ൽ ജനിച്ച് ഹിജറ 179-ൽ വഫാത്തായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവും പിന്നീട് ഹിജറ 150-ൽ ജനിച്ച് ഹിജറ 199-ൽ വഫാത്തായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു എന്നിവരും ശേഷം ഹിജറ 164-ൽ ജനിച്ച് ഹിജറ 241-ൽ വഫാത്തായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹും എന്നീ മഹത്തുക്കളായ അഇമ്മത്തുകളാണ് മനുഷ്യന്റെ കർമ്മ മേഖലകളെ സമ്പൂർണമായി ഉൾക്കൊള്ളുന്ന മതവിധികൾ കണ്ടെത്തുകയും വിഷയക്രമത്തിൽ ശാസ്ത്രീയമായി ക്രമീകരിക്കുകയും ഒരു ശാസ്ത്രമെന്ന നിലയിൽ ആവശ്യം വേണ്ട എല്ലാ സജ്ജീകരണങ്ങളോടുകൂടെയും അവ ക്രോഡീകരിക്കുകയും സമാഹരിക്കുകയും ചെയ്തത്. ഇതാണ് 4 മദ്ഹബുകൾ. ഈ 4 ഇമാമുകളുടെ കാലത്തും അതിനു മുൻപും സമർത്ഥരായ പല മുജ്തഹിദുകളും ഉണ്ടായിരുന്നെങ്കിലും അവരുടെ മദ്ഹബുകൾ സമുദായത്തിന് സമാഹരിച്ചു കിട്ടാത്തതിനാൽ ലഭ്യമല്ലാതെ പോയി. ഇവരുടെ കാലത്ത് സുപ്രസിദ്ധമായ 4 മദ്ഹബുകളുടെ ഇമാമുകളുടെ കാലത്തും അതിനു മുൻപും
സമർത്ഥരായ പല മുജ്തഹിദുകളും പ്രതിഭാശാലികളായ പണ്ഡിതന്മാർ ഉണ്ടായിരുന്നെങ്കിലും അവരുടെ മദ്ഹബുകൾ മുസ്ലിം സമുദായത്തിന് സമാഹരിച്ചു കിട്ടാത്തത് കൊണ്ട് അത് ലഭ്യമല്ലാതെ പോയി. ഇതുകൊണ്ടാണ് കർമ്മശാസ്ത്രം 4 മദ്ഹബുകളിൽ പരിമിതപ്പെട്ടത്. കർമ്മശാസ്ത്രം ഇന്ന് 4 മദ്ഹബുകളിൽ ക്ലിപ്തമാണ്. അതിനപ്പുറം ഒരു മദ്ഹബ് ഇസ്ലാമിലില്ല. എന്നാൽ ഇതിന് അപവാദമായ ഒരു മദ്ഹബ് കേൾക്കപ്പെട്ടിരുന്നത് ഹിജ്റ 202 ജനിച്ച് ഹിജ്റ 270 വഫാത്തായ ഇമാം ദാവൂദ് ബിൻ അലി അൽ-ഇസ്ബഹാനി റളിയല്ലാഹു അൻഹുവിന്റെ ളാഹിരി മദ്ഹബാണ്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ സഹയാത്രികരിൽ നിന്നാണ് ദാവൂദ് റളിയല്ലാഹു അൻഹു കർമ്മശാസ്ത്രം അഭ്യസിച്ചതും പയറ്റി തെളിഞ്ഞതും. പക്ഷേ ഖുർആൻ, ഹദീസ്, ഇജ്മാഅ് എന്നീ നസ്സുകളായ പ്രമാണങ്ങളിൽ വ്യക്തമാക്കപ്പെടാത്തത് ഖിയാസ് കൊണ്ടോ മറ്റോ നിർദ്ധാരണം ചെയ്തുകൂടെന്നും നസ്സുകളുടെ ളാഹിർ അഥവാ ബാഹ്യാർത്ഥം പ്രമാണിക്കുകയല്ലാതെ ആന്തരികാർത്ഥവും കാരണങ്ങളും കണ്ടെത്തി ഖിയാസ് നടത്തുന്നത് ശരിയല്ലെന്നുമാണ് ഇമാം ദാവൂദ് റളിയല്ലാഹു അൻഹുവിന്റെ വീക്ഷണം. ഇതുകൊണ്ടാണ് ദാവൂദ് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിനെ ളാഹിരി മദ്ഹബ് എന്ന് വിളിക്കപ്പെട്ടിരുന്നത്. ളാഹിർ മാത്രം പരിഗണിച്ചുകൊണ്ട് വിധി പറയുന്നത് മഹാനവറുകളുടെ വീക്ഷണമായിരുന്നു. ളാഹിർ അല്ലാത്തത് ആന്തരികാർത്ഥവും കാരണങ്ങളും കണ്ടെത്തി ഖിയാസ് നടത്താൻ പാടില്ല എന്നാണ് ഇമാം ദാവൂദ് റളിയല്ലാഹു അൻഹുവിന്റെ വീക്ഷണം. ഈ വീക്ഷണമുള്ളത് കൊണ്ടാണ് ദാവൂദ് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിനെ ളാഹിരി മദ്ഹബ് എന്നറിയപ്പെട്ടിരുന്നത്. ഒരു കാലത്ത് പൗരസ്ത്യ ദേശങ്ങളിൽ ശാഫിഈ, ഹനഫി, മാലിക്കി മദ്ഹബുകളോടൊപ്പം 4ാം മദ്ഹബായി എണ്ണപ്പെട്ടിരുന്നത് ളാഹിരി മദ്ഹബായിരുന്നു. ളാഹിരി മദ്ഹബായിരുന്നു ഒരു കാലത്ത് 4ാം മദ്ഹബായി എണ്ണപ്പെട്ടിരുന്നത്. പക്ഷേ ഹിജ്റ 5ാം നൂറ്റാണ്ടിൽ ഖാദി അബൂ യഅ്ല റളിയല്ലാഹു അൻഹു തന്റെ മദ്ഹബായ ഹംബലി മദ്ഹബിന് പ്രത്യേക സ്ഥാനവും പ്രാമുഖ്യവും നൽകുകയും ചെയ്തതോടെയാണ് ളാഹിരി മദ്ഹബ് ഈ സ്ഥാനത്തു നിന്നും നിഷ്കാസിതമായതും തൽസ്ഥാനത്ത് 4ാം മദ്ഹബായി ഹംബലി മദ്ഹബ് പ്രസിദ്ധപ്പെട്ടതും. ചുരുക്കി പറഞ്ഞാൽ ഇമാം ദാവൂദ് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബും മുസ്ലിം തലമുറകൾക്ക് ലഭ്യമല്ലാതെ പോയി. ഒരു കാലത്ത് 4ാം മദ്ഹബായി അറിയപ്പെട്ടിരുന്ന ഇമാം ദാവൂദ് റളിയല്ലാഹു അൻഹുവിന്റെ ളാഹിരി മദ്ഹബും മുസ്ലിം തലമുറകൾക്ക് ലഭ്യമല്ലാതായി പോയി. ഹിജ്റ 300 ശേഷമുള്ള തലമുറകളിൽ ഇന്നോളം 4 മദ്ഹബുകളും അവയുടെ സേവന നിരതരായ ഇമാമുകളും മാത്രമേ ഉള്ളൂ. ഇതാണ് വസ്തുത. ഹിജ്റ 300 ശേഷമുള്ള തലമുറകളിൽ ഇന്നോളം വെറും 4 മദ്ഹബുകളും അവയുടെ സേവന നിരതരായ മഹത്തുക്കളായ ഇമാമുകളും മാത്രമേ ഉള്ളൂ. ഇതാണ് യാഥാർത്ഥ്യം. പ്രിയമുള്ളവരെ, ഈ ഫിഖഹിന്റെ മൗദൂഇ എന്താണ് എന്ന് നമുക്ക് നോക്കാം. വമൗദൂഉഹു ഫിഅ്ലുൽ മുകല്ലഫ്. കർമ്മശാസ്ത്രത്തിന്റെ ചർച്ചയും വിഷയവും അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ബാധകമാകുന്ന മുകല്ലഫിന്റെ പ്രവർത്തന മേഖലയാണ്. ഇസ്ലാമിക വിജ്ഞാന ശാഖകളിൽ അതിപ്രധാനമായ ഫിഖഹിലെ ചർച്ചയും വിഷയവും അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ബാധകമായിട്ടുള്ള ഏതൊരു വ്യക്തിയുടെയും അഥവാ മുകല്ലഫിന്റെയും കർമ്മങ്ങൾ സംബന്ധിച്ചാണ്. ഫിഖഹിലെ ചർച്ചയും വിഷയവും. നമുക്കറിയാമല്ലോ, പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഏതൊരാൾക്കും അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ബാധകമാണെന്ന്. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ഏതൊരു മുകല്ലഫിനും ബാധകമാണ്. അവന്റെ ഏതൊരു പ്രവൃത്തിയും അല്ലാഹുവിന്റെ നിയമങ്ങൾക്കനുസരിച്ച് മാത്രമേ നിർവഹിക്കാവൂ. അഥവാ തന്റെ പ്രവൃത്തി അല്ലാഹു അനുവദിച്ചതാണോ അല്ലയോ എന്നാരായുകയും അനുവദനീയമെങ്കിൽ മാത്രം പ്രവർത്തിക്കാനും നിഷിദ്ധമെങ്കിൽ പ്രവർത്തിക്കാതിരിക്കാനും ഓരോ മുകല്ലഫും ബാധ്യസ്ഥനാണ്. അല്ലാഹുവുമായി ബന്ധപ്പെട്ട ആരാധനകളുടെ കാര്യത്തിൽ മാത്രമല്ല, സൃഷ്ടികൾ തമ്മിൽ നടക്കുന്ന ഇടപാടുകൾ, വ്യാപാരങ്ങൾ, വ്യവസായങ്ങൾ, കൃഷി, തൊഴിൽ, കുടുംബ, സാമൂഹിക, രാഷ്ട്രീയ ചലനങ്ങൾ എന്നിവ മുതൽ വ്യക്തിനിഷ്ഠമായ കാര്യങ്ങൾ വരെ അല്ലാഹുവിന്റെ നിയമങ്ങൾ കൊത്തു മാത്രമേ മനുഷ്യൻ പ്രവർത്തിക്കാവൂ.
ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രിയമുള്ളവരെ, അവനെ കേന്ദ്രീകരിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസം, അവൻ്റെ കർമ്മം, അവൻ്റെ സ്വഭാവം എന്നീ 3 കാര്യങ്ങളാണ് ഉള്ളത്. ഇവ മൂന്നിനെയും ആമൂലാഗ്രം ഉൾക്കൊള്ളുന്നതാണ് ഇസ്ലാം ദീൻ. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള 3 കാര്യങ്ങൾ അവൻ്റെ വിശ്വാസവും കർമ്മവും സ്വഭാവവുമാണ്. ഈ 3 കാര്യങ്ങളെയും ആമൂലാഗ്രം ഗ്രസിച്ചു നിൽക്കുന്നതാണ് ഇസ്ലാം ദീൻ. തദടിസ്ഥാനത്തിലാണ് ഇസ്ലാം ദീനിനെ ഈമാൻ, ഇസ്ലാം, ഇഹ്സാൻ എന്നിങ്ങനെ 3 ശാഖകളായി വിഭജിക്കപ്പെട്ടിട്ടുള്ളത്. ഈമാൻ, ഇസ്ലാം, ഇഹ്സാൻ എന്നിങ്ങനെ 3 ശാഖകളായി വിഭജിക്കപ്പെട്ടിട്ടുള്ള ഇസ്ലാം ദീനിന് ഉസൂല് അഥവാ മൗലികാദർശങ്ങളും ഫുറൂഅ് അഥവാ ശാഖാപരമായ കാര്യങ്ങളും എന്നിങ്ങനെ 2 തലങ്ങളുണ്ട്. ഇസ്ലാം ദീനിന് ഉസൂല് അഥവാ മൗലികാദർശങ്ങളും ഫുറൂഅ് അഥവാ ശാഖാപരമായ കാര്യങ്ങളും എന്നിങ്ങനെ 2 തലങ്ങളുണ്ട്. എങ്ങനെയാണ് പ്രിയമുള്ളവരെ ഇസ്ലാം ദീനിന് മൗലികമായ തലങ്ങളും ശാഖാപരമായ തലങ്ങളും ഉണ്ടാവുക എന്ന് ചിലർക്ക് സംശയമുണ്ടായേക്കാം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിങ്കൽ നിന്ന് നമുക്ക് എത്തിച്ചു തന്നതാണല്ലോ ഇസ്ലാം ദീൻ. മുത്തുനബി അല്ലാഹുവിങ്കൽ നിന്ന് നമുക്ക് എത്തിച്ചു തന്നതാണ് ഇസ്ലാം ദീൻ. നബി തങ്ങൾ പ്രബോധനം ചെയ്ത ദീനീ നിയമങ്ങൾ നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ്? നബി തങ്ങൾ പ്രബോധനം ചെയ്ത ദീനീ നിയമങ്ങൾ നമുക്ക് ലഭിക്കുന്നത് അംഗീകൃത പ്രമാണങ്ങളിൽ നിന്നാണ്. നബി തങ്ങൾ പ്രബോധനം ചെയ്ത ദീനീ നിയമങ്ങൾ നമുക്ക് ലഭിക്കുന്നത് അംഗീകൃത പ്രമാണങ്ങളിൽ നിന്നാണ്. ആ അംഗീകൃത പ്രമാണങ്ങൾ 2 വിധമുണ്ട്. ഒന്ന് ഖത്ഈയായ പ്രമാണം, ഖണ്ഡിത പ്രമാണം. 2 ഖത്ഈയല്ലാത്ത, ഖണ്ഡിതമല്ലാത്ത പ്രമാണം എന്നീ 2 പ്രമാണങ്ങളുണ്ട്. എന്താണ് ഖണ്ഡിത പ്രമാണം, ഖത്ഈയായ ദലീൽ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആശയം ഇന്നതാണെന്ന് യാതൊരുവിധ വ്യാഖ്യാനങ്ങൾക്കും പഴുതില്ലാതെ നമുക്ക് വ്യക്തമാക്കി തരുന്ന പ്രമാണങ്ങൾക്കാണ് ഖത്ഈയായ ദലീലുകൾ അഥവാ ഖണ്ഡിത പ്രമാണങ്ങൾ എന്ന് പറയുന്നത്. വ്യാഖ്യാനങ്ങൾക്ക് അതീതമായി ആശയം സ്പഷ്ടവും വ്യക്തവുമായ നസ്വായ ഖുർആനിന്റെയും ഹദീസിന്റെയും മൊഴികൾ, ഇജ്മാഇൽ, കളവ് പറയുന്നതിന്മേൽ ഏകോപിക്കൽ അസാധ്യമാകുന്ന അത്രയും എണ്ണം ആളുകൾ ഓരോ കണ്ണിയിലുമുള്ള നിവേദക പരമ്പരയിലൂടെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസുകൾ അഥവാ മുതവാത്തിറായ ഹദീസുകൾ, ഇതും ഖണ്ഡിത പ്രമാണങ്ങളാണ്. ഇത്തരം ഖണ്ഡിത പ്രമാണങ്ങൾ കൊണ്ട് അനിഷേധ്യമായി സ്ഥിരപ്പെട്ട മതനിയമങ്ങളാണ് ദീനിന്റെ ഉസൂൽ അഥവാ മൗലികമായ കാര്യങ്ങൾ. ഇതിന് അഖായിദ്, വിശ്വാസ കാര്യങ്ങൾ എന്നും പറയപ്പെടുന്നതാണ്. അപ്പോൾ ഖണ്ഡിതമായ പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾക്കാണ് ഉസൂല് അഥവാ ദീനിന്റെ മൗലിക കാര്യങ്ങൾ എന്ന് പറയപ്പെടുന്നത്. ഈ മൗലിക കാര്യങ്ങളിൽ ചിന്തയ്ക്കോ ഗവേഷണങ്ങൾക്കോ യാതൊരു പഴുതുമില്ല. മൗലിക കാര്യങ്ങളിൽ, ഖണ്ഡിത പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ടിരിക്കുന്ന മൗലിക കാര്യങ്ങളിൽ ചിന്തയ്ക്കോ ഗവേഷണങ്ങൾക്കോ യാതൊരു പഴുതുമില്ല. തന്നിമിത്തം വിശ്വാസികൾക്കിടയിൽ ഇതിൽ തർക്കത്തിനും അവകാശമില്ല. എല്ലാവരും ഇവ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും വേണം. വിശ്വസിക്കൽ അനിവാര്യമായ തത്വങ്ങളും കാര്യങ്ങളും എന്നും ഒന്ന് തന്നെയാണ്. അതിൽ വ്യത്യാസങ്ങളില്ല. ഇതിൽ ആർക്കും ഒരാനുകൂല്യവും ഒരു ഇളവും ഉണ്ടായിരിക്കുകയില്ല. ഉദാഹരണം ഏതുപോലെ 5 നേരത്തെ നിസ്കാരം നിർബന്ധമാണെന്ന് ഏവർക്കും അറിയുന്ന വസ്തുതയാണല്ലോ. 5 വഖ്ത് നമസ്കാരം നിർബന്ധമാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായി ഏവർക്കും വ്യക്തമാണ്. ഖണ്ഡിത പ്രമാണങ്ങളിൽ തെളിഞ്ഞതാണത്. 5 വഖ്ത് നമസ്കാരം നിർബന്ധമാണെന്നത് ഖണ്ഡിത പ്രമാണങ്ങളാൽ തെളിഞ്ഞതാണ്. അതും സാധാരണക്കാരും പണ്ഡിതന്മാരുമെല്ലാം ഒരുപോലെ അനിഷേധ്യവും വ്യക്തവുമായി അറിയുന്ന വസ്തുതയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ലറൂരിയായി അറിയപ്പെട്ട കാര്യങ്ങൾ എന്നാണ് പറയപ്പെടുന്നത്.
ഇങ്ങനെ ദറൂരിയായി അറിയപ്പെട്ട കാര്യങ്ങൾ നിരാകരിക്കുന്നവൻ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകും, അവൻ കാഫിറായി തീരും. ദറൂരിയായി അറിയപ്പെട്ട കാര്യങ്ങൾ നിരാകരിക്കുന്നവർ കാഫിറായി പോകുന്നതാണ്. അപ്പോൾ ഖണ്ഡിത പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടിരിക്കുന്നതും സുവ്യക്തമായി അറിയപ്പെട്ടിരിക്കുന്നതുമായ കാര്യങ്ങൾ നിഷേധിച്ചാൽ, നിരാകരിച്ചാൽ അവൻ കാഫിറായി തീരും. എന്നാൽ റമദാനിൽ തറാവീഹ് എന്നൊരു സുന്നത്ത് നമസ്കാരം ഉണ്ടെന്നും ആ സുന്നത്ത് നമസ്കാരം 20 റക്അത്തിൽ കുറയാതെയുണ്ടെന്നും ഖണ്ഡിത പ്രമാണം കൊണ്ട് തെളിഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ഇത് പക്ഷേ നിഷേധിച്ചാൽ കാഫിറാവുകയില്ല. ഇത് നിഷേധിച്ചാൽ കാഫിറാവുകയില്ല, മുബ്തദിഅാകും. കാരണം ഈ തറാവീഹ് നമസ്കാരം 5 വഖ്ത് നമസ്കാരം നിർബന്ധമാണെന്ന കാര്യം പോലെ ഏവർക്കും അനിഷേധ്യമായും സുവ്യക്തമായും അറിയപ്പെട്ടതല്ല. എങ്കിലും ഇത് ഇജ്മാഇ എന്ന ഖണ്ഡിത പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള മത നിയമങ്ങളെല്ലാം ഇസ്ലാം ദീനിന്റെ മൗലിക കാര്യങ്ങളാണ്. ഈ മൗലിക കാര്യങ്ങളെ നിരാകരിക്കുന്നവർ ഒന്നുകിൽ കാഫിറായി തീരും, അല്ലെങ്കിൽ മുബ്തദിഅായി തീരുന്നതാണ്. അതേസമയം പല വ്യാഖ്യാനങ്ങൾക്കും പഴുതുള്ള ആയത്ത് ഹദീസുകളിൽ നിന്ന് മുജ്തഹിദുകൾ നിർദ്ധാരണം ചെയ്തെടുക്കുന്ന മതവിധികളാണ് ഇസ്ലാമിലെ ഫുറൂഉ അഥവാ ശാഖാപരമായ കാര്യങ്ങൾ. പല വ്യാഖ്യാനങ്ങൾക്കും സാധ്യതയുള്ള ആയത്ത് ഹദീസുകളിൽ നിന്നും ഗവേഷണ പടുക്കളായ പണ്ഡിത വരേണ്യന്മാർ നിർദ്ധാരണം ചെയ്തെടുക്കുന്ന മതവിധികളാണ് ഇസ്ലാമിലെ ഫുറൂഉ അഥവാ ശാഖാപരമായ കാര്യങ്ങൾ. പ്രമാണങ്ങളിൽ നിന്ന് മതവിധികൾ തെളിയിച്ചെടുക്കുന്നതിൽ ഭിന്നത സ്വാഭാവികമായതുകൊണ്ട് തന്നെ ശാഖാപരമായ കാര്യങ്ങളിൽ എല്ലാവരും ഒരേപോലെ ഒരേ മാനത്തിൽ വിശ്വസിക്കേണ്ടതില്ല. മറിച്ച് തർക്കത്തിനും ചർച്ചകൾക്കും വിധേയമാകുന്നതാണത്. ജീവിതോപാധികളും സൗകര്യങ്ങളും വർദ്ധിക്കുമ്പോൾ, ആരോഗ്യരംഗത്ത് നൂതനമായ നേട്ടങ്ങളുമായി മനുഷ്യൻ മുന്നേറുമ്പോൾ, വിവര സാങ്കേതിക മേഖലകളിൽ വൻ കുതിച്ചുചാട്ടങ്ങൾ തന്നെ ലോകത്ത് നടക്കുമ്പോൾ ജന്യമാകുന്ന പ്രശ്നങ്ങൾക്കും, വാണിജ്യ വ്യവസായ മേഖലകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കും നേട്ടങ്ങൾക്കും ഇടയിൽ ഉടലെടുക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് മുമ്പിലും ഇസ്ലാം ചൂളിപ്പോകാതെ, ഇസ്ലാം നിശബ്ദമാകാതെ അതിനെല്ലാം ആലംബവും അവലംബവുമായി നിൽക്കാൻ നമുക്ക് അഥവാ വിശ്വാസികൾക്ക് ഉയർത്തിക്കാട്ടാനുള്ളത് ഒന്നേ ഒന്ന് മാത്രമാണ്. അതാണ് ഫിഖ്ഹ്, ഇസ്ലാമിക കർമ്മശാസ്ത്രം. ഏത് നവങ്ങളായ പ്രശ്നങ്ങൾ വരുമ്പോഴും, ഏത് അത്യാധുനിക പ്രശ്നങ്ങൾ വരുമ്പോഴും, ഏത് വിവാദങ്ങൾ വരുമ്പോഴും അതിനെല്ലാം ആലംബവും അവലംബവുമായി വിശ്വാസികൾക്ക് ഉയർത്തി കാണിക്കുവാനുള്ള പരിഹാരം ഇസ്ലാമിക കർമ്മശാസ്ത്രം മാത്രമേയുള്ളൂ. പ്രിയമുള്ളവരെ, അവതരണവും പ്രബോധനവും സമ്പൂർണമായി ഇസ്ലാം ദീനിൽ വരും കാലങ്ങളിലെ ജീവിത പ്രശ്നങ്ങൾക്കെല്ലാം ബാധകമായ അല്ലാഹുവിന്റെ നിയമങ്ങൾ ഇല്ലാതിരിക്കാൻ പറ്റില്ല. ഭാവി കാലത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും അതിനെല്ലാം പ്രതിവിധി ഇസ്ലാമിൽ ഇല്ലാതിരിക്കാൻ പറ്റില്ല. വ്യക്തമായോ അവ്യക്തമായോ അല്ലാഹുവിന്റെ വിധി ശറഇൽ ഉൾക്കൊണ്ടിട്ടില്ലാത്ത ഒരു കാര്യവും ഇല്ല തന്നെ. ഇതാണ് ലാ തഖ്ലു വാഖിഅത്തുൻ അൻ ഹുക്മില്ലാഹ്. അല്ലാഹുവിന്റെ ദീനിൽ വിധിയില്ലാത്തതായി ഒരു കാര്യവും തന്നെ ഇല്ല എന്ന് ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ പ്രസ്താവിച്ചതിന്റെ ഉദ്ദേശം, ഭാവിയിൽ എന്തെല്ലാം കാര്യങ്ങൾ വന്നാലും, നവങ്ങളായ എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ വന്നാലും, എന്തെല്ലാം വിവാദങ്ങൾ ഉടലെടുത്താലും അതിനെല്ലാം പ്രതിവിധി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഉണ്ട്. ആധുനിക പ്രശ്നങ്ങൾക്ക് മുമ്പിൽ തലകുനിക്കാതെ കണ്ണും കാതും തുറന്നു വച്ച് നിതാന്ത ജാഗ്രതയോടെ കർമ്മശാസ്ത്രം ഇന്നും നിലകൊള്ളുന്നു. പഠനങ്ങളും മനനങ്ങളും ചിന്തകളും കർമ്മശാസ്ത്രത്തിന് എന്നും സജീവമായി നടക്കുന്നുണ്ട്. ഹിജ്റ 300 ശേഷം ഇന്നുവരെ നീണ്ട സുദീർഘ നൂറ്റാണ്ടുകളിൽ സ്വതന്ത്ര ഗവേഷണത്തിന് അർഹതയുള്ളവരില്ലെങ്കിലും, സ്വതന്ത്ര ഗവേഷണത്തിന് അർഹതയുള്ളവരില്ലാത്തത് അതിൻ്റെ മാർഗങ്ങൾ അടഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ്. സ്വതന്ത്ര ഗവേഷണത്തിനുള്ള മാർഗങ്ങൾ അടഞ്ഞു കിടക്കുന്നത് കൊണ്ട് ഇനി അത് തുറക്കപ്പെടില്ല. ഹിജ്റ 300 ശേഷം
ഇന്നുവരെ നീണ്ട സുദീർഘ നൂറ്റാണ്ടുകളിൽ സ്വതന്ത്ര ഗവേഷണത്തിന് അർഹതയുള്ളവരില്ലെങ്കിലും അർഹതയുള്ളവരില്ലാത്തത് സ്വതന്ത്ര ഗവേഷണത്തിന്റെ മാർഗങ്ങൾ അടഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ സ്വതന്ത്ര ഗവേഷണത്തിന് അർഹതയുള്ളവരുണ്ടായിട്ടില്ലെങ്കിലും ഫിഖ് എന്ന ഈ ശാസ്ത്രം ഉറങ്ങിക്കിടക്കുകയില്ല. ക്രോഡീകൃതമായ മദ്ഹബുകളുടെയും അവയുടെ ഗ്രന്ഥങ്ങളുടെയും പരിധിയിൽ നിന്നുകൊണ്ടുള്ള പഠന മനനങ്ങളും ഗവേഷണങ്ങളും ഒരു കാലത്തും ഫിഖ്ഹിൽ നിലച്ചു പോയിട്ടില്ല. കർമ്മശാസ്ത്ര വിശാരദന്മാരായ പണ്ഡിതന്മാരുടെയും പണ്ഡിതന്മാരുടെയും സജീവ ചർച്ചകളും സംവാദങ്ങളും സെമിനാറുകളും ഗവേഷണങ്ങളും കൊണ്ട് ഈ ശാസ്ത്രം ഇന്നും ധന്യമാണ്. ഏതു പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോഴും അതിലുള്ള മതവിധികൾ ഫത്വകളെന്ന പേരിൽ ഇന്നും പുറത്തു വരുന്നത് ഇതിന് തെളിവാണ്. ആധുനിക കാലഘട്ടത്തിൽ എന്തുതന്നെ പ്രശ്നങ്ങൾ ഉദിക്കുമ്പോഴും ഏതുതന്നെ വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴും ഏതു പ്രതിസന്ധി വേള ഉണ്ടാകുമ്പോഴും അതിനെല്ലാം പരിഹാരങ്ങളും മാർഗങ്ങളും ഫത്വകളെന്ന പേരിൽ ഇന്നും നമ്മുടെ ഉലമാ പ്രസ്താവിക്കുന്നത് ഇതിന് തെളിവാണ്. ഫിഖ്ഹിൽ അതിന്റെ ചർച്ചകളും അതിന്റെ സംവാദങ്ങളും ഗവേഷണ മനനങ്ങളും ഒരു കാലത്തും നിലയ്ക്കുകയുമില്ല എന്നതിന്റെ തെളിവാണ് ഈ വർത്തമാന തലമുറയിൽ തന്നെ എന്തെല്ലാം വിവാദങ്ങൾ വരുമ്പോൾ അതിനെല്ലാം പ്രതിവിധികൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഫത്വകളായി പ്രസ്താവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫിഖ് എന്ന ഈ ശാസ്ത്രം എന്നും സജീവമാണ്. ഈ ഫിഖ് എന്ന ശാസ്ത്രം എന്തിൽ നിന്നാണ് പ്രിയമുള്ളവരെ സമ്പാദിക്കപ്പെട്ടിരിക്കുന്നതും സ്വാംശീകരിക്കപ്പെട്ടിരിക്കുന്നതും ഇസ്തിംബാദ് ചെയ്യപ്പെട്ടിരിക്കുന്നതും? ഫിഖ് എന്ന ഈ കർമ്മശാസ്ത്രം ഇസ്തിംദാദ് ചെയ്യപ്പെട്ടിരിക്കുന്നത് മുജ്മഅ് അലൈഹിയായ ദലീലുകളിൽ നിന്നാണ്. അഥവാ അൽ കിതാബി ഖുർആനിൽ നിന്ന്, വസുന്നതി സുന്നത്തിൽ നിന്ന്, വൽ ഇജ്മാഇ എന്ന ഗണ്ഡിത പ്രമാണത്തിൽ നിന്ന്, വൽ ഖിയാസ് എന്ന പ്രമാണത്തിൽ നിന്നുമാണ് ഈ ഫിഖ്ഹിനെ ഇസ്തിംദാദ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അഥവാ കിതാബ്, സുന്നത്ത്, ഇജ്മാഅ്, ഖിയാസ് എന്നിവയാണ് ഫിഖ്ഹിന്റെ ആസ്പദ മൂല്യങ്ങൾ. എന്താണ് ഈ ഫിഖ്ഹിന്റെ ഫായിദ? ഫിഖ്ഹിന്റെ ഫലം എന്താണ്? വഫായിദതുഹു ഇംതിസാലുൽ അവാമിരി വജ്തിനാബുൻ നവാഹി. ഫിഖ്ഹിന്റെ ഫലം അല്ലാഹുവിന്റെ ആജ്ഞകൾ അനുസരിക്കുകയും വിരോധനങ്ങൾ വെടിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നതിലൂടെ ദീനിനെ സജീവമാക്കി നിർത്തലാണ് പ്രധാനമായും ഫിഖ്ഹിന്റെ ഫലം. ഫിഖ് കൊണ്ടുള്ള പ്രധാന നേട്ടം അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുകയും അല്ലാഹു വിലക്കിയ കാര്യങ്ങൾ വെടിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നതിലൂടെ പരിശുദ്ധ ദീനിനെ സജീവമാക്കി നിർത്തലാണ്. ഫിഖ്ഹിന്റെ ലക്ഷ്യവും നേട്ടവും ഇൻദിലാമു അംരിൽ മആശി വൽ മആദി മഅൽ ഫൗസി ബികുല്ലി ഖൈരിൻ ദുനിയവിയ്യൻ വ ഉഖ്റവി. ദുന്യവിയായ നന്മകൾ കൈവരിക്കലോടുകൂടെ സർവദാ ദീനിന് വഴങ്ങിയുള്ള ജീവിതം കോർവയാകലും ഉഖ്റവിയായ അതിമഹത്തായ നന്മകൾ കൊണ്ട് വിജയം വരിക്കലോടുകൂടെ പരലോക രക്ഷ കോർവയാകലുമാണ് ഫിഖ്ഹിന്റെ ഗായത്ത്, ലക്ഷ്യവും പരമപ്രധാനമായ നേട്ടവും. അഥവാ പരലോക രക്ഷയ്ക്ക് നിദാനമായ സൂക്ഷ്മ ജീവിതത്തിന് ഫിഖ് എന്ന ശാസ്ത്രം ഇല്ലാതെ പറ്റില്ല. ഫിഖ്ഹിനെ അവലംബിച്ചുകൊണ്ടല്ലാതെ അല്ലാഹുവിന്റെ ത്വാഅത്ത് ഒരടിയാനെ കൊണ്ടും നടക്കില്ല. ഫിഖ്ഹിനെ അവഗണിച്ചുകൊണ്ട് സൂക്ഷ്മ ജീവിതം നയിക്കുവാൻ ഒരാൾക്കും കഴിയില്ല. ഫിഖ്ഹിനെ അവഗണിച്ചുകൊണ്ട് പരലോക രക്ഷ നേടുവാനും ഒരാൾക്കും സാധ്യമല്ല തന്നെ. ഇത് ഏതു സാധാരണക്കാരനും ചിന്തിച്ചാൽ, നിഷ്പക്ഷ ബുദ്ധിയാൽ ആലോചിച്ചാൽ മനസ്സിലാകുന്ന യാഥാർത്ഥ്യമാണ്. അപ്പോ പരലോക രക്ഷയ്ക്ക് നിദാനമായ സൂക്ഷ്മ ജീവിതം ഇവിടെ ഒരു മനുഷ്യന് സാധ്യമാകണമെങ്കിൽ അവന് ഫിഖ് കൂടിയേ തീരൂ. ഫിഖ്ഹിനെ അവലംബിക്കാതെ, ഫിഖ്ഹിനെ മുറുകെ പിടിക്കാതെ പരലോക രക്ഷയ്ക്ക് നിദാനമാകുന്ന സൂക്ഷ്മ ജീവിതം, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം ഇവിടെ പടുത്തുയർത്തുവാൻ ഒരാൾക്കും സാധ്യമല്ല.
അതുകൊണ്ട് തന്നെ ഫിഖ്ഹിനെ അവലംബിച്ചുകൊണ്ട് മാത്രമേ ഏതൊരു സത്യവിശ്വാസിക്കും ഇവിടെ സൂക്ഷ്മ ജീവിതം നയിക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ സത്യസന്ധമായി ഗ്രഹിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും നമുക്കൊക്കെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.